ഇപ്പോഴല്ലേ സത്യമൊക്കെ പുറത്തു വന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവൾ ഓക്കെ ആണെന്ന് ചോദിച്ചോണ്ട് ആരൊക്കെ വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ വിളിച്ചവനെ മടൽ വിട്ടടിക്കണം. ഇങ്ങനെ ഒരു ജന്മം. അല്ല ഈ ദുബായിലേക്ക് ആളുകൾ എങ്ങനെ വിളിച്ചു എന്നാണ് രേണു ചേച്ചി പറയുന്നത്. അവിടെ വാട്സപ്പ് കോൾ ഒന്നും കിട്ടൂലല്ലോ. പിന്നെ IMO ബോട്ടിമൊക്കെ പോലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ആക്കി വിളിക്കണം. അതിനൊക്കെ ആരെങ്കിലും മെനക്കെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊരു തള്ളാണ് എന്റെ രേണു. സംഭവം തന്നെ കൊളവാക്കണ്ട. ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂലകാരണം എന്താണെന്ന് ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം. ഇപ്പൊ എത്ര ചിന്തിക്കാൻ ഇതിന്റെ മൂലകാലം തേടി പോകുന്നു വേണ്ട. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടുവന്ന പ്രശ്നം തന്നെയാണ്. നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. ഞാൻ FB പോസ്റ്റ് കണ്ടത് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം അങ്ങോട്ട് ഇറങ്ങിയില്ലേ. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. ഞാനൊന്നും എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങ് തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം. എന്തറിയാന്ന് ആർക്കറിയാന്ന്. നിനക്ക് എന്ത് പറയാനുണ്ടെന്നാണ് രേണു നീ പറയുന്നത്. നിനക്കൊരു കോപ്പും പറയാനില്ല. കിച്ച് പറയുന്ന കാര്യങ്ങളെ കൗണ്ടർ ചെയ്യാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് നീ കരച്ചിൽ നാടകം കൊണ്ട് ഇറങ്ങിയതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ല നീ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ചേട്ടൻ ഉള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എന്റെ കുറ്റം കാണാനും എന്ന ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ. ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ട് ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. നിനക്ക് സ്വന്തമായിട്ട് ഒരു മോനുണ്ടല്ലോ. അവൻ പോലും നിന്നെ ഒരു അമ്മയായിട്ട് കണക്കാക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ ആ കുഞ്ഞിനെങ്കിലും മര്യാദക്ക് നോക്കാറുണ്ടോ? നീ ആദ്യം പോയി ആ കാര്യത്തിൽ ഒരു ആത്മപരിശോധന നടത്തും. എന്നിട്ട് മതി നിന്റെ അമ്മയായ ഡയലോഗൊക്കെ. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FB പോസ്റ്റ് കണ്ടപ്പോ ആ ഫോട്ടോ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയത്. സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന മുണ്ണകൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കണമല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല. കരച്ചിൽ നാടകവും അഭിനയവും ഒക്കെ മാറ്റിവെച്ച് ചേച്ചി വീണ്ടും പഴയ അപരാധ മോഡിലേക്ക് അങ്ങ് തിരിച്ചുപോയി. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ആയി ചറപറാന്ന് റീലുകൾ വരാൻ തുടങ്ങി. ഞാൻ പോണേണ്. വെറുതെ എന്തിനാണ് ഒരുപാട് എക്സ്പ്രഷൻ ഇട്ട് ചാവണത്. എന്താ പറയുക, ജീവിതം അവസാനിപ്പിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞ ആളാണ്. എത്ര പെട്ടെന്നാണ് ആൾ ആകെ മാറിയതില്ലേ. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ജീവിതം അടുത്ത് പോയെന്ന് പറഞ്ഞ ആളാണ്. സബ്സ്ക്രൈബേഴ്സ് ഉള്ളിൽ കൊണ്ടുപോയി വീഡിയോ ഇട്ടേക്കുന്നു. എങ്ങനെ സാധിക്കുന്നുണ്ട് ഇതൊക്കെ? ഉടായ്പിനൊരു പരിധി. ആൾമാറാട്ടം നടത്തി ഇങ്ങനെ എത്ര കാലം ജീവിക്കും മകളെ? ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.